ഹലോ ഗൈസ്, നമ്മൾ കണ്ടോളിങ് ബീച്ചിൻ്റെ അവിടെ എത്തി. അകത്തോട്ടുള്ള വഴിയോര കാഴ്ചകൾ, പലതരത്തിലുള്ള ചെരുപ്പ്, തൊപ്പികൾ, കുട്ടികളുടെയൊക്കെ ഡ്രസ്സ്, നാരികൾക്കാ പാനി. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ട്, പൈനാപ്പിള്, പേരയ്ക്ക, ഇതെല്ലാം കട്ട് ചെയ്തത് കാണാം. പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് പല കളറിലുള്ളത് കുട്ടികളുടെതെല്ലാം ഉണ്ട്. ബാഗുകൾ, പല കണ്ടോളിങ് ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള കച്ചവടങ്ങളാണിത്. ബീച്ച് കുറച്ചുകൂടെ അങ്ങ് ദൂരെയാണ്. ഞാൻ പെട്ടെന്ന് പോയൊരു ഹലോ കൂട്ടുകാരെ, അങ്ങനെ കണ്ടോളിങ് ബീച്ച്, ഗോവയിലെ നോർത്ത് ഗോവയിലെ കണ്ടോളിങ് ബീച്ചിൻ്റെ അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പൊരി വെയിൽ, നട്ടുച്ചയാണ്. അത് കാരണം ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. കടലിന് നല്ല ആഴമുണ്ട്, നല്ല തിരയുണ്ട്. ആൾക്കാരെല്ലാം ഇവിടെ കുടക്കീഴിലിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല. എനിക്ക് ഈ കാലൊക്കെ പൊള്ളുന്നു, അത്രയ്ക്ക് ചൂടാണ്, കൊടും ചൂടാണ് ഇവിടെ. ഈ ബീച്ചിൻ്റെ സൈഡിൽ ഈ നട്ടുച്ച സമയമായതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ, ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഗോവയെന്ന് പറയുന്നത് എപ്പോഴും ചാനലിലും എല്ലാം കണ്ട് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ വന്നതാണ്. ഞങ്ങൾ ഫാമിലി എല്ലാം ഉണ്ട്. കണ്ടാ കൂട്ടുകാരെ, ഒരു വെയിൽ കാരണം അവർ നടന്നങ്ങ് പോയി. ഇതാണ് കണ്ടോളിങ് ബീച്ച് എന്ന് പറയുന്നത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിപ്പോയി. ഞാൻ ഈ വെയിലത്ത് ഇവിടെ നിൽക്കുകയാണ്. ഒരു കുടയൊക്കെ ഉണ്ട്. തിരിച്ച് പോകുന്നു, ഇരിക്കുന്നില്ല. കേട്ടാ കൂട്ടുകാരെ, എല്ലാവരും ഇപ്പോൾ അവിട്ടം ദിനത്തിൽ സദ്യയൊക്കെ ഉണ്ട് ഇരിക്കുകയായിരിക്കും. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു.